മിക്ക പള്ളികളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യലുണ്ട്. ഇതൊക്കെ പള്ളിയിൽ പറ്റുമോ? ചിലരുടെയൊക്കെ ആശങ്കയാണ്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നത് കാണാം. 2485 ഹദീസ്, ഇന്ന ഹസ്സാനൻ അൻഷദ അശ്ശഅറ ഫിൽ മസ്ജിദി ബിഇദ്നിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതത്തോടെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മദ്ഹ് പറഞ്ഞു എന്ന് പറയുന്ന ഒരു പരാമർശം. ആ പരാമർശത്തെ വിശദീകരിച്ചിട്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറയുന്നു, ഈ ഹദീസിൽ മദ്ഹ് പറയൽ ജവാസാണ്. എപ്പോൾ മുബാഹായ കാര്യമാണ് മദ്ഹിലൂടെ പറയുന്നതെങ്കിൽ ആ മദ്ഹ് പറയൽ അനുവദനീയമാണ്. തീർന്നില്ല, വസ്തിഹ്ബാബുഹു, മദ്ഹ് പറയൽ സുന്നത്താണ്. എപ്പോൾ ഫീ മമാദിഹിൽ ഇസ്ലാമി ഇൻ കാന ഫീ മമാദിഹിൽ ഇസ്ലാമി വഅഹ്ലിഹി, ഇസ്ലാമിനെ കുറിച്ചുള്ള മദ്ഹാണ് എങ്കിൽ ആ മദ്ഹ് പറയൽ സുന്നത്താണ്, പള്ളിയിൽ വെച്ച് പറയൽ സുന്നത്താണ്. വഅഹ്ലിഹി, ഇസ്ലാമിന്റെ വക്താക്കളെ കുറിച്ചുള്ള മദ്ഹാണ് എങ്കിൽ അത് പറയൽ സുന്നത്താണ് എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു. ചുരുക്കത്തിൽ ഇന്ന് നടക്കുന്ന മൗലിദിന്റെ മജ്ലിസുകൾ അത് സുന്നത്തായ മൗലിദാണ് എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.